അതെങ്ങനെയോ കഷ്ടപ്പെട്ട് ജുഗ്നു പറവയുടെ കൂടിനടുത്ത് വന്നതും ജുഗ്നു അതെ നോക്കി പറഞ്ഞു, അയ്യോ, നിന്നെ കണ്ടാലറിയാം നീ എന്തോ ഒരു ബുദ്ധിമുട്ടിലാണെന്ന്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നന്നുവും ഇതുപോലെയായിരുന്നു. ഞാൻ പറഞ്ഞു നന്നുവിനെ നീ നല്ലതുപോലെ നോക്കുന്നില്ല എന്ന്. ഇപ്പോൾ നിനക്ക് മനസ്സിലായോ ഈ ജോലിയെല്ലാം ആ കൊച്ചുകുട്ടി എങ്ങനെ ചെയ്തെന്ന്? അതെ ജുഗ്നു, എനിക്ക് ഇപ്പോഴാ മനസ്സിലായി ആ ചെറിയ കുഞ്ഞ് എത്ര കഷ്ടപ്പെട്ടു എന്ന്. ഇത്ര വലിയ കുട്ടിയെടുക്കാൻ ഞാൻ അവളോട് പറയരുതായിരുന്നു. നിന്റെ തെറ്റ് നീ മനസ്സിലാക്കി. ശരി, കുഴപ്പമില്ല. ഇനി വേറൊരു കാര്യം അറിഞ്ഞോ, നിന്റെ വീട്ടിലുള്ളത് നന്നുവല്ല, അത് മധുവാണ്. നന്നു മധു രണ്ടുപേരും ടോട്ടുവിനോടൊപ്പം പറന്ന് ജുഗ്നുവിന്റെ കൂട്ടിൽ വന്നു. നന്നു പിന്നെ മധുവിനെ കണ്ട് നൈനി പറഞ്ഞു, മോളെ, എന്നോട് ദയവ് ചെയ്ത് ക്ഷമിക്കേ. ഞാൻ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നു മുതൽ തീർച്ചയായും ഞാൻ നിന്നെ കഷ്ടപ്പെടുത്തില്ല മോളെ. രണ്ടുപേരും ഒരുമിച്ച് വീട്ടിലെ പണികൾ ചെയ്യാം. നീ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് മനസ്സിലായില്ല, അത് മതി. നിന്റെ മകളെ ഞാൻ നിന്റെ കൂട്ടിൽ തന്നെ വിട്ടിട്ട് വരാം. അങ്ങനെ വേണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ നിന്റെ കൂടെ ഇരിക്കട്ടെ. ടോട്ടോ അത് കണ്ട് ചിരിച്ചുകൊണ്ടിരുന്നു. ജുഗ്നുവും ചിരിച്ചുകൊണ്ടേ പറഞ്ഞു, മധു നിൽക്കൂന്നേ. ഇവിടെ നോക്കുമോളെ, നീ വേണമെങ്കിൽ ഇവിടെ ഇരുന്നോ. ഇപ്പൊ എനിക്കെല്ലാം നന്നായി മനസ്സിലായി. ഇനി ഒരു തെറ്റും ചെയ്യില്ല.